Hey all, good morning. ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂളായിട്ടുള്ള രാമൻ സ്പെക്ട്രോസ്കോപ്പി ഓർ രാമൻ സ്കാറ്ററിങ്ങിലേക്ക് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പം രാമൻ സ്പെക്ട്രോസ്കോപ്പി. ഇപ്പോൾ രാമൻ സ്പെക്ട്രോസ്കോപ്പി പറഞ്ഞാൽ രാമൻ സ്പെക്ട്രോസ്കോപ്പിയിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ദർ ആർ 3 ലൈൻസ് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. സ്കാറ്ററിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് രാമൻ സ്പെക്ട്രോസ്കോപ്പി. അപ്പം ആസ് യൂഷ്വൽ ഒരു റിലേ സ്കാറ്ററിങ്ങും ദെൻ ഫ്രീക്വൻസി കൂടിയതും കുറഞ്ഞതായിട്ടുള്ള ഒരു സ്റ്റോക്ക് ലൈൻസും ആൻറ്റി സ്റ്റോക്ക് ലൈൻസും പറഞ്ഞിട്ട് ഫ്രീക്വൻസി അതിൽ തന്നെ സ്റ്റോക്ക് ലൈൻസിന് ഇൻസിഡൻറ്റ് ഫ്രീക്വൻസിനേക്കാളും സംതിങ് കുറച്ച് കുറവായിരിക്കും, ആൻറ്റി സ്റ്റോക്സിന് കുറച്ച് കൂടുതലായിരിക്കും. അങ്ങനെ 3 ലൈൻസാണ് എന്ത് ചെയ്യുന്നത് രാമൻ സ്പെക്ട്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്തത്. നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ തിയറി മെൻഷൻ ചെയ്യാന്ന് വെച്ചാൽ, രാമൻ സ്കാറ്ററിങ്ങിന് തിയറി ക്ലാസിക്കലായിട്ടും ക്വാണ്ടം മെക്കാനിക്കലായിട്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ക്ലാസിക്കൽ തിയറി പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് അല്ലെങ്കിൽ പോളറൈസേഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ആക്ച്വലി പി ഈസ് ഈക്വൽ ടു ആൽഫ ഇ എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. വെൻ എ മെറ്റീരിയൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ, ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞാൽ വി ഹാവ് ആർ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് വന്ന് ഇതാക്കുമ്പോഴാണ് കറസ്പോണ്ടിങ് സ്പെക്ട്രം കിട്ടുക. സോ ദ മെറ്റീരിയൽ ഗെറ്റ്സ് പോളറൈസ്ഡ് വിത്ത് ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു ആൽഫ ഇ, വെർ ആൽഫ ഈസ് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് and is the polarizability of the molecule, and corresponding varying electric field is equal to E0 plus cos 2 pi nu t. then അത് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ആൽഫ ആക്ച്വലി ഒരു ടെൻസറാണ്, ഓർ പോളറൈസബിലിറ്റി ടെൻസറാണ്. അപ്പോൾ നമ്മൾ ടൈലർ സീരീസ് ഒക്കെ യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്തിട്ട്, ജസ്റ്റ് ഞാൻ അതിൻ്റെ തിയറി കംപ്ലീറ്റ് പറയുന്നില്ല, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാം. നമ്മൾ പോളറൈസബിലിറ്റിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് മാത്തമെറ്റിക്കൽ സ്റ്റെപ്പ് ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പിയുടെ ഇക്വേഷനിൽ 3 ടേംസ് ഉണ്ടാവും. 1 ടേം കണ്ടെയ്ൻ ഫ്രീക്വൻസി ഓഫ് ന്യൂ സീറോ, containing nu zero, then second term nu zero plus nu m, and third term nu zero minus 2m. അപ്പം ഈ ഒരു 3 ഡിസ്റ്റിങ്ക്റ്റ് ആ ഒരു പോളറൈസബിലിറ്റിൻ്റെ ആ ഒരു അല്ലെ പോളറൈസേഷൻ്റെ ആ ഒരു ഇക്വേഷനിൽ 3 ഡിസ്റ്റിങ്ക്റ്റ് ഫ്രീക്വൻസി കോമ്പോണൻസ് ഉള്ളതുകൊണ്ട് അതിൽ ന്യൂസ് ഈക്വൽ ടു ന്യൂ സീറോ കറസ്പോണ്ട്സ് ടു ദ റെയിലേ ലൈൻ, nu equal to nu zero corresponds to the Rayleigh line, and nu zero plus nu m corresponds to the Raman-Stokes line, and nu zero minus nu m is the രാമൻ ആൻറ്റി സ്റ്റോക്ക് ലൈൻസ്. അപ്പം ഇങ്ങനെ 3 ലൈൻസാണ് എന്ത് ചെയ്യുന്നത് രാമൻ സ്പെക്ട്രോസ്കോപ്പിയിൽ ഒബ്സർവ് ചെയ്തത്. അത് ആ പോളറൈസബിലിറ്റിയിലെ കമ്പോണൻറ്റുകൊണ്ടുള്ള ചേഞ്ച് മൂലമാണെന്ന് ആണ് ക്ലാസിക്കൽ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ പറയുന്ന ന്യൂ എം ഈസ് ദ എന്താണ് പെർട്ടിക്കുലർ മോഡ് ഓഫ് വൈബ്രേഷണൽ ഫ്രീക്വൻസി ഓഫ് ദ മോളിക്യൂൾ. അതായത് നമ്മൾ ജനറലായിട്ടൊരു കോർഡിനേറ്റ് അസോസിയേറ്റ് ചെയ്താൽ ആ ഒരു മോഡ് വൈബ്രേഷന് എടുക്കുന്ന വൈബ്രേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ആയിരുന്നു ന്യൂ എം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്ലാസിക്കൽ തിയറിയിൽ പറയുന്നത്. സിമിലർലി നമുക്ക് മെൻഷൻ ക്വാണ്ടം തിയറി ഓഫ് സ്കാറ്ററിങ്, രാമൻ സ്കാറ്ററിങ് എന്താണെന്ന് കൂടെ ജസ്റ്റ് നോക്കാം. അപ്പോൾ ക്വാണ്ടം തിയറിയിൽ പറയുന്നത് ബേസ്ഡ് ഓൺ ക്വാണ്ടം മെക്കാനിക്സ് വെച്ചിട്ടാണ്. അപ്പം ഇവിടെ നമ്മുടെ റേഡിയേഷൻ, അതായത് വരുന്ന പാർട്ടിക്കിൾസായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആ റേഡിയേഷൻസ് ഹാവ് ബോത്ത് പാർട്ടിക്കിൾ ആൻഡ് വേവ് നേച്ചർ, ഡുവൽ നേച്ചറാണ്. അപ്പോൾ രാമൻ സ്കാറ്ററിങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇൻസിഡൻറ്റ് റേഡിയേഷനിൽ ഫ്രീക്വൻസി ന്യൂ സീറോ ആണെങ്കിൽ നമ്മൾ, അതായത് ഈ ന്യൂ സീറോ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾസാണ്, ദാറ്റ് ഈസ് നോൺ ആസ് ഫോട്ടോൺ. അപ്പോൾ ഈ ഫോട്ടോൺസ് കൊളീഷനിൽ മോളിക്യൂളായിട്ട് എന്ത് ചെയ്യും, കൊളൈഡ് ചെയ്യും. അപ്പം ഈ കൊളൈഡ് ചെയ്യുമ്പം ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ ദർ ഈസ് നോ ചേഞ്ച്. അപ്പം ഇൻസിഡൻറ്റ് കൊളൈഡ് ചെയ്ത് റിസൾട്ടൻ്റ് കിട്ടുന്ന ഫ്രീക്വൻസിയും എന്തായിരിക്കും, ന്യൂ സീറോ ആയിരിക്കും. ഇനിലാസ്റ്റിക് കൊളീഷനാണ് അവിടെ നടക്കുന്നതെങ്കിൽ അപ്പോൾ അവിടെ ദർ ഈസ് ചേഞ്ച് ഇൻ എനർജി ഓർ ലോസ്, ഗെയിൻ ഓർ ലോസ് ഇൻ എനർജി. സോ ദർ ഈസ് മേ ബി എ ചേഞ്ച് ഇൻ എനർജി. അപ്പോൾ സോ എനർജി ചേഞ്ച് ഉണ്ടാകുന്നതുകൊണ്ട് കറസ്പോണ്ടിങ് എന്തും ചേഞ്ച് ചെയ്യും, ദർ ഈസ് എ ഫ്രീക്വൻസി ചേഞ്ച്. അപ്പം ഇഫ് ദ മോളിക്യൂൾസിന് എനർജി കിട്ടുകയാണെങ്കിൽ, ഇഫ് ദ മോളിക്യൂൾസ് ഗെയിൻസ് എനർജി, അപ്പോൾ സ്കാറ്റേർഡ് ഫോട്ടോൺസിന് എന്തായിരിക്കും, എനർജി ലെസ് ആയിരിക്കും, ന്യൂ സീറോ മൈനസ് ന്യൂ എം ആയിരിക്കും. ഇഫ് ദ മോളിക്യൂൾസ് ലോസ് ആണ് എനർജി എങ്കിൽ കറസ്പോണ്ടിങ് സ്കാറ്റേർഡ് ഫോട്ടോണിന് ന്യൂ സീറോ പ്ലസ് ന്യൂ എം ആയിരിക്കും എന്ത് കറസ്പോണ്ടിങ് എനർജി. അതിൽ വേർ ന്യൂ എം ഈസ് ഡിഫൈൻഡ് ആസ് ആ ചേഞ്ച് ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ എച്ച്, വേർ ഡെൽറ്റ ഇ പറഞ്ഞാൽ എന്താണ് ആ ചേഞ്ച്. അപ്പോൾ എഗെയിൻ ന്യൂ സീറോ മൈനസ് ന്യൂ എം കറസ്പോണ്ട്സ് ടു ദ ആൻറ്റി സ്റ്റോക്ക്, ആൻഡ് ന്യൂ സീറോ പ്ലസ് ന്യൂ എം കറസ്പോണ്ട് ടു ദ സ്റ്റോക്ക് ലൈൻസ്. അപ്പോൾ ഈ ഒരു ഡിഫറെൻ്റ് പ്രോസസ് അല്ലെങ്കിൽ ഇലാസ്റ്റിക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് 3 ലൈൻസ് കിട്ടുന്നത്. ഇലാസ്റ്റിക് ആണെങ്കിൽ റെയിലേ സ്കാറ്ററിങ്ങും, ഇൻഇലാസ്റ്റിക്കിൽ തന്നെ എനർജി ലോസ് ചെയ്യുന്നതാണെങ്കിലും ഗെയിൻ ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, രാമൻ സ്റ്റോക്സും ആൻറ്റി സ്റ്റോക്സ് ലൈൻസും കിട്ടും.
അപ്പോൾ അതിൻ്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ പറഞ്ഞാൽ റെയിലേ ലൈനാണ്, ദാറ്റ് ഈസ് ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണ്, അല്ലെങ്കിൽ കൊളീഷനാണ് നടക്കുക. അപ്പോൾ H0 പറഞ്ഞ ഒരു റേഡിയേഷൻ വന്നാൽ ഈ ലൈൻസിലുള്ള ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾസ് ഒരു വെർച്വൽ ലെവലിലേക്ക് പോകും. ദെൻ എഗെയിൻ ആ ഒരു റേഡിയേഷൻ കറസ്പോണ്ടിങ് അതേ എമൗണ്ട് തന്നെ എമിറ്റ് ചെയ്തിട്ട് അത് തിരിച്ച് 0th ലെവലിലേക്ക് തന്നെ വരും. ഓക്കെ, സ്റ്റോക്ക് ലൈൻസിൻ്റെ കേസിലാണെങ്കിൽ അവിടെ കൊളീഷൻ എന്താണ്, ഇൻഇലാസ്റ്റിക് ആണ്. അവിടെ മോളിക്യൂൾസ് എന്ത് ചെയ്യുക ചെയ്യുന്നത്, മോളിക്യൂൾ എനർജി ഗെയിൻ ചെയ്യണമെന്ന്. അപ്പം ഗെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞാൽ H0 പറഞ്ഞ എമൗണ്ട് റേഡിയേഷൻ്റെ എഫക്റ്റ് മൂലം ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ളത് വെർച്വൽ ലെവലിലേക്ക് പോകും. ഓക്കെ, അപ്പം ആ കിട്ടിയ പാർട്ടിക്കിളിന് കുറച്ച് എനർജി മോളിക്യൂൾസിന് കിട്ടിയ ബാക്കി റിമൈനിങ് എനർജി വെച്ചിട്ട് അതെന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് H0 മൈനസ് ന്യൂ. അപ്പോൾ ആക്ച്വലി ഫസ്റ്റ് ലെവലിലേക്കാണ് എന്ത് ചെയ്യുന്നത്, എത്തുന്നത്, വിച്ച് കറസ്പോണ്ട്സ് ടു ദ രാമൻ സ്റ്റോക്ക് ലൈൻസ്. ഇനി ആൻറ്റി സ്റ്റോക്സിൻ്റെ കേസിലാണെങ്കിൽ ഓൾറെഡി ഫസ്റ്റിലുള്ള പാർട്ടിക്കിൾസ് H0ൻ്റെ എഫക്റ്റ് കൊണ്ട് എന്ത് ചെയ്യും, വെർച്വൽ ലെവലിലേക്ക് പോകും. അവിടെ മോളിക്യൂൾസ് കുറച്ച് എനർജി ലോസ് ചെയ്യും. ദാറ്റ് ഈസ് ദ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, ഗെയിൻ ചെയ്യും. അതിൻ്റെ എഫക്റ്റ് കൊണ്ട് ഇത് ഇവിടെ നിന്ന് കുറച്ചുകൂടെ എനർജി ഡിഫറൻസ് അധികമുള്ളതുകൊണ്ട് 0ലേക്ക് വരും. കറസ്പോണ്ടിങ് ആൻറ്റി സ്റ്റോക്ക് ലൈൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള H0 പ്ലസ് ന്യൂ എന്നുള്ള എനർജി, ആ ഒരു ഫ്രീക്വൻസി കൂടിയ എനർജി എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. അപ്പം ഇതാണ് QMൻ്റെ കേസിൽ, ക്ലാസിക്കൽ തിയറിൻ്റെ കേസിലാണെങ്കിലും രാമൻ സ്കാറ്ററിംഗ് പറഞ്ഞത്. ഇത് രണ്ടിലും കേസിൽ പറയുന്ന ആൻറ്റി സ്റ്റോക്ക് ലൈൻസ് എന്താണ്, ഇൻറ്റൻസിറ്റി സ്റ്റോക്ക് ലൈൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇൻറ്റൻസിറ്റി കുറച്ച് കുറവാണ്. ആ കാര്യങ്ങളോട് ജസ്റ്റ് ഓർത്ത് വെക്കാം. നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ള റൊട്ടേഷണൽ രാമൻ സ്പെക്ട്രാണ്. അതിൽ തന്നെ നമ്മുടെ ലീനിയർ മോളിക്യൂൾസിൻ്റെ കേസ് ഡിസ്കസ് ചെയ്യാൻ മീൻസ് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് മെല്ലെ ഒന്ന് മെൻഷൻ ചെയ്യാം. നമുക്ക് സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ് മുതലാണ് എന്തിലുള്ളത്, നമ്മുടെ സിലബസിലുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റൊട്ടേഷണൽ രാമൻ സ്പെക്ട്രാണ്. അതിൽ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ലീനിയർ മോളിക്യൂൾസിൻ്റെ കേസ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കത് ഇത്രയും ഭാഗം എന്തെന്നില്ല, സിലബസിലില്ല. അപ്പോൾ നമ്മൾ ലീനിയർ മോളിക്യൂൾസിന് ഒരു എക്സാമ്പിളാണ് CO2. അപ്പോൾ നമുക്ക് റൊട്ടേഷണൽ എനർജി ചേഞ്ച്, ഒരു മോളിക്യൂൾസിലുള്ള റൊട്ടേഷണൽ എനർജി ചേഞ്ച് രാമൻ സ്കാറ്ററിങ്ങിൻ്റെ ഹെൽപ്പോടെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റഡി ചെയ്യാം. അപ്പം രാമൻ സ്പെക്ട്രോമീറ്ററിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അനാലിസിസ് നോട്ട് സെൻസിറ്റീവ് ടു ഡിറ്റക്ട് സ്മോൾ എനർജി കോൺട്രിബ്യൂഷൻ. അപ്പോൾ നമ്മൾ റൊട്ടേഷണൽ എനർജി, ലീനിയർ മോളിക്യൂൾസിൻ്റെ റൊട്ടേഷണൽ എനർജി ലെവൽസിൻ്റെ നമുക്ക് എക്സ്പ്രഷൻ അറിയാം. ദാറ്റ് ഈസ് EJ is equal to B into J plus 1 centimeter inverse, where J is equal to 0, 1, 2, 3 etc. Then നമുക്ക് ക്വാണ്ടം മെക്കാനിക്കലി ട്രീറ്റ് ചെയ്താൽ we get delta J is equal to 0 or plus or minus 2. ഇതിൽ delta J is equal to 0 correspond to Rayleigh scattering, Rayleigh. ആൻഡ് ഡെൽറ്റ J is equal to പ്ലസ് ഓർ മൈനസ് 2ൽ +2 മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അതായത് -2 കൺസിഡർ ചെയ്യാൻ കാരണം എപ്പോഴും -2 വേണമെങ്കിൽ അപ്പർ ലെവൽ, അതായത് നമ്മൾ J പ്രൈമാണ് അപ്പർ ലെവൽ, ലോവർ പ്രൈം J ഡബിൾ പ്രൈം. അപ്പർ ലെവൽ ലോവർ ലെവലിനേക്കാളും കുറവാണെങ്കിൽ നമുക്ക് -2 എന്നുള്ള കേസ് കൺസിഡർ ചെയ്യും. അപ്പോൾ അത് ഈ ഒരു റൊട്ടേഷനിൽ വാലിഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഡെൽറ്റ J = +2 മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ, വിച്ച് കറസ്പോണ്ട്സ് ടു ദ S ബ്രാഞ്ച്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് S ബ്രാഞ്ച് എന്താണെന്നുള്ളത്. അപ്പോൾ ഡെൽറ്റ J is equal to -2, ദാറ്റ് ഈസ് ഡെൽറ്റ J is equal to J പ്രൈം മൈനസ് J ഡബിൾ പ്രൈം is equal to +2, വിച്ച് കറസ്പോണ്ട്സ് ടു ദ S ബ്രാഞ്ച്. അപ്പോൾ നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ചേഞ്ച് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ന്യൂ ബാർ is equal to ഓക്കെ. അപ്പോൾ നമ്മൾ J is equal to J prime is equal to J plus 2 to J prime is equal to J എന്നുള്ള ഒരു ട്രാൻസിഷൻ കൺസിഡർ ചെയ്യുക. കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ചേഞ്ച് J prime plus 1 minus J double prime plus 1. പുട്ട് J പ്രൈമിന് J plus 2 എന്നും J ഡബിൾ പ്രൈമിന് Jയും കൊടുത്താൽ we get B into 4J plus 6, where J is equal to 0, 1, 2 etc. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് റൊട്ടേഷണൽ എനർജി ചേഞ്ചസ് കിട്ടി. അപ്പോൾ നമ്മൾ ഇനി കൺസിഡർ ചെയ്യുക രാമൻ സ്കാറ്ററിങ്ങിനെ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ കൊളീഷൻ്റെ ഇതിൽ ഇഫ് ദ കൊളീഷൻ ഈസ് ഇലാസ്റ്റിക് ആണെങ്കിൽ കറസ്പോണ്ട് ടു ഡെൽറ്റ J is equal to 0, which correspond to the Rayleigh scattering. ഇനി ഇലാസ്റ്റിക് അല്ല ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ മോളിക്യൂൾസിന് എന്ത് ചെയ്യും, ദർ ഇസ് എ എനർജി ചേഞ്ച് ഉണ്ടാവും ആ ഒരു കൊളീഷൻ്റെ പാർട്ടായിട്ട്. അപ്പോൾ മോളിക്യൂൾസ് റൊട്ടേഷണൽ എനർജി ഗെയിൻ ചെയ്യാണ് ഫ്രം ഫോട്ടോൺ. അതായത് ഇൻസിഡൻറ്റ് ഫോട്ടോണിന് കുറച്ച് എനർജി എന്ത് ചെയ്യും, മോളിക്യൂൾ അബ്സോർബ് ചെയ്യും അല്ലെങ്കിൽ ഗെയിൻ ചെയ്യും. അപ്പോൾ കറസ്പോണ്ട്സ് ടു നമ്മുടെ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ എന്തുണ്ടായിരിക്കും, കുറച്ച് എനർജി ലോസ് ഉണ്ടായിരിക്കും, വിച്ച് കറസ്പോണ്ട്സ് ടു ദ സ്റ്റോക്ക് ലൈൻ. അപ്പോൾ കറസ്പോണ്ടിങ് എനർജി അതല്ലെങ്കിൽ സ്റ്റോക്ക് ലൈൻസിൻ്റെ എനർജി നമുക്ക് എങ്ങനെ എഴുതാം, ന്യൂ ബാർ is equal to ന്യൂ ബാർ is equal to ന്യൂ 0 ബാർ മൈനസ് B into 4J plus 6.
അതായത് ന്യൂ ബാർ പറഞ്ഞാൽ റിസൾട്ടൻ്റ് ആയിട്ട് സ്റ്റോക്ക് ലൈൻസിൻ്റെ എനർജി, ന്യൂ സീറോ പറഞ്ഞാൽ ഇൻസിഡൻറ്റ് എനർജിനേക്കാളും എത്രയും കുറവാകും. ഈ ഒരു ചേഞ്ച് ഉള്ള റൊട്ടേഷണൽ എനർജിക്ക് കറസ്പോണ്ടിങ് എന്ത് ചെയ്യും, മൈനസ് ചെയ്യും. സോ ദ വിച്ച് റെസ്പോൺസ് ടു ദ സ്റ്റോക്ക് ലൈൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് ഇവിടെ. ഇനി നമ്മൾ ആൻറ്റി സ്റ്റോക്ക് ലൈൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആൻറ്റി സ്റ്റോക്ക് ലൈൻസിൽ എന്താ ചെയ്യുക, മോളിക്യൂൾസിന് ലോസ് ചെയ്യാൻ, ദാറ്റ് ഈസ് മോളിക്യൂൾസ് ഗിവ്സ് എനർജി ടു ദ ഫോട്ടോൺ. അപ്പോൾ ഫോട്ടോൺസിൻ്റെ എനർജി എന്ത് ചെയ്യും, കുറച്ചുകൂടെ ഹൈ ഫ്രീക്വൻസി റേഞ്ചിലേക്ക്, എക്സൈറ്റിംഗ് ലൈൻസിൻ്റെ ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസിയിലേക്ക് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഇൻസിഡൻറ്റ് ന്യൂ സീറോ ആണ്, പക്ഷെ അതിൽ ഒരു ഒരു കുറച്ച് എനർജി ആഡ് ചെയ്യുമ്പം ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു ഫ്രീക്വൻസി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓർ ഷിഫ്റ്റ് ഇൻ ടു ദ എക്സൈറ്റിംഗ് ലൈൻസിൻ്റെ ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി സൈഡിലേക്ക് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും. ഇത് വിച്ച് കറസ്പോണ്ട്സ് ടു ദ ആൻറ്റി സ്റ്റോക്ക് ലൈൻസ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി അപ്പോൾ എന്ത് കിട്ടും, ന്യൂ ബാർ ഇസ് ഈക്വൽ ടു ന്യൂ സീറോ പ്ലസ് ബി ഇൻറ്റു 4j പ്ലസ് 6 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ വി ഗെറ്റ് ന്യൂ ബാർ ഇസ് ഈക്വൽ ടു ന്യൂ സീറോ പ്ലസ് ഓർ മൈനസ് ബി ഇൻറ്റു 4j പ്ലസ് 6 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. അതിൽ പ്ലസ് സൈൻ കറസ്പോണ്ട്സ് ടു ദ ആൻറ്റി സ്റ്റോക്ക് ലൈനും നെഗറ്റീവ് ഓർ മൈനസ് സൈൻ കറസ്പോണ്ട്സ് ടു ദ സ്റ്റോക്ക് ലൈൻസ് വെർ j ഇസ് ഈക്വൽ ടു 0, 1, 2 എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസിഷൻ ഒന്ന് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ എനർജി ലെവൽസും കറസ്പോണ്ടിങ് സ്പെക്ട്രയും നോക്കാം. അപ്പോൾ ഈ സൈഡിലേക്ക് സ്റ്റോക്ക് ലൈൻസിൻ്റെയും ഇത് ആൻറ്റി സ്റ്റോക്ക് ലൈൻസിൻ്റെയും. അപ്പം സ്റ്റോക്ക് ലൈൻസ് 0 to 2 ട്രാൻസിറ്റ് ചെയ്യും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അത്രയും ഫ്രീക്വൻസി ന്യൂ സീറോ പറഞ്ഞാൽ ഈ റെയിലേ സ്കാറ്ററിംഗിൽ നിന്ന് കുറച്ച് കുറഞ്ഞ ഫ്രീക്വൻസി. അപ്പം ഈ 0 to 2 നമ്മൾ ജെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ജെ വാല്യൂ 0 ആണ്. ബേസിക് ആയിട്ടുള്ളതാണ് ഇതാ നമ്മൾ ചൂസ് ചെയ്ത് ജെ ഡാഷ് ഇസ് ഈക്വൽ ടു J+2. അപ്പോൾ ജെ പറഞ്ഞാൽ ലോവർ ലെവലായിരുന്നു, ജെ ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു ജെ. അപ്പോൾ ജെ ഇസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 6b. അപ്പോൾ 6b ഒരു ന്യൂ സീറോ എന്നൊരു 6b മൈനസ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റോക്ക് ലൈൻ കിട്ടും. ദെൻ കറസ്പോണ്ടിങ് ട്രാൻസിഷൻ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഓരോന്ന് ചെക്ക് ചെയ്യാം. അതേപോലെ ആൻറ്റി സ്റ്റോക്ക് ലൈൻ പറഞ്ഞാൽ 2 to 0 ആയിരിക്കും. കറസ്പോണ്ടിങ് എയിൻ -6b പ്ലസ് 6b ആണ്. അപ്പം ന്യൂ സീറോന്ന് ഒരു പ്ലസ് 6b കൂടിയിട്ട് ഫസ്റ്റ് ആൻറ്റി സ്റ്റോക്ക് ലൈൻസ് കിട്ടും. ദെൻ കറസ്പോണ്ടിങ് ഓരോ സ്റ്റോക്ക് ലൈൻസും കിട്ടും. നെക്സ്റ്റ് സ്റ്റോക്ക് ലൈൻ കിട്ടാൻ അല്ലെങ്കിൽ ആൻറ്റി സ്റ്റോക്ക് ലൈൻ കിട്ടാൻ ജെ ഇസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് കിട്ടും, ജെ ഇസ് ഈക്വൽ ടു 1 കൊടുക്കുകയാണെങ്കിൽ ന്യൂ സീറോ പ്ലസ് ഓർ മൈനസ് അല്ലെങ്കിൽ ആൻറ്റി സ്റ്റോക്ക് ലൈൻ്റെ എഴുതാം. ജെ ഇസ് ഈക്വൽ ടു 1 കിട്ടുമ്പം 4 + 6 ദാറ്റ് ഈസ് 10b. ന്യൂ സീറോന്ന് ഒരു 10b ഡിഫറൻസിലേക്ക് പോകും. അപ്പം ശ്രദ്ധിക്കുക, ഈ ന്യൂ സീറോന്ന് ഫസ്റ്റ് സ്റ്റോക്ക് ലൈനിലേക്കും ആൻറ്റി സ്റ്റോക്ക് ലൈനിലേക്കുള്ള ഡിഫറൻസ് 6b ആണെങ്കിൽ ദെൻ കറസ്പോണ്ടിങ് ഉള്ള പിന്നെ സക്സസീവായിട്ടുള്ള ഓരോ സ്റ്റോക്ക് ലൈൻസും ആൻറ്റി സ്റ്റോക്ക് ലൈൻസുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് പറഞ്ഞാൽ 4bയിലായിരിക്കും. ഈ ടോട്ടൽ ആൻറ്റി സ്റ്റോക്ക് ലൈനും സ്റ്റോക്ക് ലൈനും തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് 12b. ദെൻ റെയിലേ സ്കാറ്ററിംഗിൽ നിന്ന് സ്റ്റോക്ക് ലൈനിലേക്കും ആൻറ്റി സ്റ്റോക്ക് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് 6b. ദെൻ രണ്ട് സക്സസീവായിട്ടുള്ള സ്റ്റോക്ക് ലൈൻസ് തമ്മിലാണെങ്കിലും ആൻറ്റി സ്റ്റോക്ക് ലൈൻസ് തമ്മിലാണെങ്കിലും ഡിഫറൻസ് 4b ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ജസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ കിടക്കല്ല. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞല്ലോ സിലബസിലുള്ളതല്ല. നെക്സ്റ്റ് നമുക്ക് സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസിൻ്റെ കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ചെയ്യാം. അപ്പം ഇത്രയും കാര്യമൊന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തൊന്ന് നോക്കി വെക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ബാക്കിയുള്ള ടോപ്പിക്ക് എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു. തൽക്കാലം ഞാനിത് വൈൻഡപ്പ് ചെയ്യണം.